Hi everyone, welcome back. I'm Shamir. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. I'm sure that this video will help you to learn English. കോടിയേരീസ് ഫ്യൂനറൽ. ഫ്യൂനറൽ എന്നാൽ അർത്ഥം ശവസംസ്കാര ചടങ്ങ് എന്നാണ് അർത്ഥം. ഹെൽഡ് നടത്തി, ഇൻ ഹേസ്റ്റ്. ഹേസ്റ്റ് എന്നാൽ തിടുക്കം കൂട്ടുക, തിടുക്കം, ഇതൊക്കെയാണ് അർത്ഥം. കൊടിയേരിയുടെ ശവസംസ്കാര ചടങ്ങ് ധൃതിയിൽ നടത്തി, തിരക്കുകൂട്ടി നടത്തി. ടു മേക്ക് ഇറ്റ് ആക്കി തീർക്കാൻ വേണ്ടി, കൺവീനിയൻറ്റ്. കൺവീനിയൻറ്റ് എന്നാൽ സൗകര്യമായ, സൗകര്യപ്രദമാക്കാൻ വേണ്ടി എന്നൊക്കെയാണ് അർത്ഥം. സൗകര്യപ്രദമാക്കാൻ വേണ്ടി. ഫോർ CM ചീഫ് മിനിസ്റ്റർക്ക് ടു ഗോ ഫോർ യൂറോപ്പ് ടൂർ. മുഖ്യമന്ത്രിക്ക് യൂറോപ്പിലേക്കുള്ള യാത്ര സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ട് കൊടിയേരിയുടെ ശവസംസ്കാര ചടങ്ങ് ധൃതി കൂട്ടി നടത്തി. ആരാണ് പറയുന്നത്? PV അൻവറാണ് പറയുന്നത്. ഇതാണ് തലക്കെട്ട്. നിലമ്പൂർ. എ സ്പേറ്റ് ഓഫ് അലഗേഷൻസ്. സ്പേറ്റ് എന്നാൽ അർത്ഥം പ്രവാഹം, ജലപ്രളയം, തിരമാല, ഇതൊക്കെയാണ് അർത്ഥം. എ സ്പേറ്റ് ഓഫ് അലഗേഷൻസ്. അലഗേഷൻസ് എന്നാൽ ആരോപണങ്ങൾ. ആരോപണങ്ങളുടെ ഒരു ജലപ്രളയം അല്ലെങ്കിൽ തിരമാലകൾ ഹാസ് ബീൻ റൈസ്ഡ്, ഉയർന്നു, ബൈ PV അൻവർ. PV അൻവറിനാൽ ഒരു ആരോപണങ്ങളുടെ ഒരു ജലപ്രളയം ഉയർന്നു. എഗെയിൻസ്റ്റ് എതിരായിട്ട്, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഹിസ് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിക്കെതിരായിട്ടും, ആൻഡ് ADGP MR അജിത് കുമാർ, ഇദ്ദേഹത്തിനെതിരായിട്ടും, MLA ആയിട്ടുള്ള PV അൻവറിൻ്റെ ആരോപണങ്ങളുടെ ജലപ്രളയം ഉയർന്നു. ഡൂറിങ് അതിനിടയിൽ, ഹിസ് 2 hour ലോങ് പ്രസ് കോൺഫറൻസ്, അദ്ദേഹത്തിൻ്റെ 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പത്രസമ്മേളനം, അതിനിടയിലാണ് PV അൻവർ MLA ഈ ആരോപണങ്ങളുടെ ജലപ്രളയം ഉയർത്തിയത്. ഇൻ എ നോ ഹോൾഡ്സ് ബാർഡ്. ഇതിനർത്ഥം, ഇതൊരു ഇഡിയമാണ്. ഇതിൻ്റെ അർത്ഥം പരിധിയില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. അൺലിമിറ്റഡ്, പരിധിയില്ലാത്ത അല്ലെങ്കിൽ ലക്കില്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. അറ്റാക്ക്, ആക്രമണം, ലക്കില്ലാത്ത, പരിധി വിട്ട രൂപത്തിലുള്ള ആക്രമണം. എഗെയിൻസ്റ്റ് ദ CM ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്. അദ്ദേഹത്തിൻ്റെ CMൻ്റെ കൂട്ടാളികൾക്ക് എതിരായിട്ടും, CM ചീഫ് മിനിസ്റ്റർക്ക് എതിരായിട്ടും അത്തരത്തിലുള്ള ഒരു പരിധിയില്ലാത്ത ആക്രമണം. അൻവർ റൂത്ത്ലെസ്ലി ക്രിട്ടിസൈസ്ഡ്. റൂത്ത്ലെസ്ലി എന്നാൽ അർത്ഥം നിഷ്കരുണമായി എന്നുള്ള അർത്ഥമാണ്. അൻവർ നിഷ്കരുണമായി ക്രിട്ടിസൈസ്ഡ്, വിമർശിച്ചു, നിഷ്കരുണമായിട്ട് അൻവർ വിമർശിച്ചു. ദ CPM ലീഡർഷിപ്പ്, CPM നേതൃത്വത്തെ. ഫോർ നോട്ട് ഷോവിങ്, എന്തിനാണ്? ഫോർ നോട്ട് ഷോവിങ്, കാണിക്കാതിരുന്നതിന്. പൊളിറ്റിക്കൽ ഡീസൻസി. ഡീസൻസി എന്നാൽ മര്യാദ, രാഷ്ട്രീയ മര്യാദ. CPM നേതൃത്വം കാണിച്ചില്ല, അതിനാണ് അൻവർ റൂത്ത്ലെസ്ലി ആയിട്ട് വിമർശിച്ചത്, നിഷ്കരുണമായി വിമർശിച്ചത്. റിഗാർഡിങ് ഹിസ് കംപ്ലയിൻസ്, അദ്ദേഹം നൽകിയ പരാതികൾ, ആ പരാതികളോട് ഒരു പൊളിറ്റിക്കൽ ഡീസൻസി, രാഷ്ട്രീയ മര്യാദ CPM ലീഡർഷിപ്പ് കാണിച്ചില്ല, അതിന് അൻവർ വളരെ നിഷ്കരുണമായിട്ട് വിമർശിച്ചു. ത്രൂ എ മിക്സ് ഓഫ് വെയിൽഡ് ആൻഡ് ഡയറക്റ്റ് അറ്റാക്സ്. ഡയറക്റ്റ് അറ്റാക്സ് എന്നാൽ നേരിട്ട് പറഞ്ഞിട്ടുള്ള ആക്രമണം, നേരിട്ട് പറയുക. ത്രൂ എ മിക്സ് ഓഫ് വെയിൽഡ്, മറച്ചു വെച്ചുകൊണ്ടും നേരിട്ട് പറയാതെയും അതുപോലെ നേരിട്ട് പറഞ്ഞുകൊണ്ടും. അൻവർ ഹാസ് പുഷ്ഡ് ദ CM ആൻഡ് ദ CPM ടു ദ വോൾ. മുഖ്യമന്ത്രിയെയും CPMനെയും അൻവർ ചുമരിലിട്ടിച്ചു. ചലഞ്ചിങ് വെല്ലുവിളിച്ചുകൊണ്ട്, ചലഞ്ചിങ് ദം അവരെ വെല്ലുവിളിച്ചുകൊണ്ട്. ടു ടേക്ക് ആക്ഷൻ എഗെയിൻസ്റ്റ് ഹിം, അദ്ദേഹത്തിനെതിരായിട്ട്, അൻവറിനെതിരായിട്ട് നടപടിയെടുക്കൂ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, പറ്റുമെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കൂ എന്ന് അവരോട് വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ അവരെ പുഷ് ദ CM ആൻഡ് ദ CPM ടു ദ വോൾ, അവരെ ചുമരിലൊട്ടിച്ചു, അവരെ വിമർശിച്ചു. അൻവർ സ്റ്റേറ്റ്
അൻവർ പറഞ്ഞു ദാറ്റ് ദ പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്നാൽ തന്ത്രങ്ങൾ എന്നാണ് അർത്ഥം. പൊളിറ്റിക്കൽ ടാക്ടിക്സ് രാഷ്ട്രീയ തന്ത്രങ്ങൾ ഓഫ് ദ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ സക്സീഡ് വിജയിച്ചു ഇൻ തൃശ്ശൂരിൽ വിജയിച്ചു ഡ്യൂറിങ് ദ ലോക്സഭ ഇലക്ഷനിടയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തൃശ്ശൂരിൽ വിജയിച്ചു എന്നാണ് അൻവർ പറഞ്ഞത്. ആൻഡ് നോ വൺ കുഡ് ബ്ലെയിം ദം ഫോർ ഇറ്റ്. ഒരാൾക്കും അവരെ അതിന് വിമർശിക്കാൻ സാധിച്ചില്ല, കുറ്റപ്പെടുത്താൻ സാധിച്ചില്ല. നോ വൺ കുഡ് എന്നാൽ ഒരാൾക്കും സാധിച്ചില്ല, ബ്ലെയിം എന്നാൽ കുറ്റപ്പെടുത്തുക, വിമർശിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ് വാസ് ദെയർ ഡിസയർ എന്നാൽ അഭിലാഷം, അത് അവരുടെ അഭിലാഷമായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു. ടു വിൻ ദ സീറ്റ്, ഒരു സീറ്റ് തൃശ്ശൂരിൽ കിട്ടുക എന്നുള്ളത്, കേരളത്തിലൊരു സീറ്റ് ലഭിക്കുക എന്നുള്ളത് അവരുടെ ഒരു അഭിലാഷമായിരുന്നു. ആൻഡ് ദേ ഹാഡ് വർക്ക്ഡ് ഫോർ ഇറ്റ്. അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഫോർ ഇറ്റ്, അതിനു വേണ്ടിയിട്ട്, ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ അതിന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഒരു അഭിലാഷമായിരുന്നു. പക്ഷേ ഇറ്റ് മൈറ്റ് ബി സംവൺ, ഒരു വ്യക്തിയായിരിക്കാം, ഹു ആ വ്യക്തി ഡെസ്പറേറ്റ്ലി എന്നാൽ തീവ്ര നൈരാശ്യം, ഇതൊക്കെയാണ് അർത്ഥം. നീഡ് സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിത്ത് ദ ബി ജെ പിയുമായിട്ട് കുറച്ച് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിന് വേണമായിരുന്നു. ആ വ്യക്തി ഹു സെൻഡ് ദ എ ഡി ജി പിയെ അയച്ചു ടു മീറ്റ്, കണ്ടുമുട്ടാൻ വേണ്ടി ദ RSS നേതാക്കന്മാരെ കണ്ടുമുട്ടാൻ വേണ്ടി ആ വ്യക്തി ADGPയെ അയച്ചു. അൻവർ പറഞ്ഞു ഐ ഹാവ് നോ ഐഡിയ, എനിക്ക് അറിയുകയില്ല, ഹൂ ഇറ്റ് ഈസ്, അത് ആരാണ് എന്നുള്ളത് എനിക്ക് അറിയുകയില്ല. യു നിങ്ങൾ, റിപ്പോർട്ടേഴ്സ് പത്രപ്രവർത്തകരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. യു റിപ്പോർട്ടേഴ്സ് നിങ്ങൾ പത്രപ്രവർത്തകർ, ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ്, നിങ്ങൾ പത്രപ്രവർത്തകർക്ക് അത് അന്വേഷിക്കാൻ സാധിക്കും, അത് കണ്ടെത്താൻ സാധിക്കും. ഹി ആഡഡ് അദ്ദേഹം ചേർത്തു പറഞ്ഞു. അദ്ദേഹം പത്രക്കാരെ വിളിച്ചുകൊണ്ട് അതിനിടയിൽ പറഞ്ഞു നിങ്ങൾ പത്രക്കാർക്ക് അത് അന്വേഷിക്കാൻ സാധിക്കും. ഏർലിയർ മുമ്പ്, ഡ്യൂറിങ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് പ്രസ് കോൺഫറൻസ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനിടയിൽ, ഡ്യൂറിങ് എന്നാൽ അതിനിടയിൽ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനിടയിൽ, വെൻ യു ആസ്ക്ഡ് നിങ്ങൾ ചോദിച്ച സമയത്ത്, വെൻ എന്നാൽ ആ സമയത്ത്, വെൻ യു ആസ്ക്ഡ് നിങ്ങൾ ചോദിച്ച സമയത്ത്, വെദർ അൻവർ വാസ് ബിഹൈൻഡ് ദിസ് ഗോൾഡ് സ്മഗ്ലിംഗ് ഈ സ്വർണ്ണക്കടത്തിന് പിറകിൽ അൻവർ ആയിരിക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ച സമയത്ത്, ഡിഡിൻറ്റ് ദ ചീഫ് മിനിസ്റ്റർ സേ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്നാണ് അർത്ഥം. ഡിഡിൻറ്റ് ദ ചീഫ് മിനിസ്റ്റർ സേ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ദാറ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് നിങ്ങൾ അന്വേഷിക്കണം. ഇത് ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രി നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞില്ലേ. ലൈക്ക് വൈസ് അതുപോലെ, സമാനമായി, യു ഷുഡ് ഫൈൻഡ് ഔട്ട് നിങ്ങൾ കണ്ടെത്തണം. ഹൂ നീഡ്സ് ടു എൻഷുവർ എ സീറ്റ് ഫോർ ദ BJP ഇൻ കേരള അൻവർ സേഡ് അൻവർ പറഞ്ഞു കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് തീർച്ചപ്പെടുത്തുക എന്നുള്ളത് അത് ആരുടെ ആവശ്യമാണ്, അത് ആരാണ് എന്നുള്ളത്, ആർക്കാണ് എന്നുള്ളത് നിങ്ങൾ പത്രക്കാർ കണ്ടെത്തണം. അൻവർ ഓൾസോ ലെവൽഡ് എ സീരിയസ് അലഗേഷൻ അൻവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ചു. എന്താണ്? റിഗാർഡിംഗ് ദ ഡെത്ത് ഓഫ് ഫോർമർ CPM സ്റ്റേറ്റ് സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഫോർമർ എന്നാൽ മുമ്പത്തെ എന്നുള്ള അർത്ഥമാണ്. മുൻ CPM സ്റ്റേറ്റ് സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും അൻവർ ഉന്നയിച്ചു. എ കാംറാഡ്, ഇത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. കോംറേഡ് എന്നാണ് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, എ കോംറേഡ് ഒരു സഖാവ്, ഫ്രം കണ്ണൂരിൽ നിന്നുള്ള ഒരു സഖാവ്, കോൾഡ് മീ എന്നെ വിളിച്ചു, ആൻഡ് എക്സ്പ്രസ് എന്നാൽ പ്രകടിപ്പിക്കുക,
ആൻഡ് എക്സ്പ്രസ്ഡ് എന്നെ വിളിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തി, തൃപ്തിക്കേട്. അദ്ദേഹം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൃപ്തിക്കേട്, അദ്ദേഹത്തിൻ്റെ അസംതൃപ്തി അറിയിച്ചു, പ്രകടിപ്പിച്ചു. റിഗാർഡിങ് അതുമായി ബന്ധപ്പെട്ട് ദ ഡെത്ത് ആൻഡ് ദ ഫ്യൂണറൽ ഓഫ് കോടിയേരി ബാലകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നും വിളിച്ച ഒരു സഖാവ് അദ്ദേഹത്തോട്, PV അൻവറിനോട് അദ്ദേഹത്തിൻ്റെ അസംതൃപ്തി പ്രകടിപ്പിച്ചു. ദ കോമ്രേഡ് സെഡ്, ആ സഖാവ് പറഞ്ഞു, ദാറ്റ് കോടിയേരീസ് മോർട്ടൽ റിമെയിൻസ്. മോർട്ടൽ റിമെയിൻസ് എന്നാൽ ഭൗതികാവശിഷ്ടം എന്നുള്ള അർത്ഥം. ഭൗതിക ശരീരം വേർ നോട്ട് എക്സിബിറ്റഡ് അറ്റ് ദ AKG സെൻറ്റർ. എക്സിബിറ്റ് എന്നാൽ അർത്ഥം പ്രദർശിപ്പിക്കുക എന്നാണ് അർത്ഥം. ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം AKG സെൻറ്ററിൽ പ്രദർശിപ്പിക്കപ്പെട്ടില്ല. ദ റിമെയിൻസ് വേർ ടേക്കൺ, ഭൗതിക അവശിഷ്ടങ്ങൾ, ടേക്കൺ കൊണ്ടുപോയി, സ്ട്രൈറ്റ് നേരെ, ടു കണ്ണൂർ, കണ്ണൂരിലേക്ക് നേരെ കൊണ്ടുപോയി, ടു മേക്ക് ഇറ്റ് കൺവീനിയൻറ്റ്, സൗകര്യപ്രദമാക്കാൻ വേണ്ടി. എന്ത് സൗകര്യപ്രദമാക്കാൻ വേണ്ടി? ഫോർ പിണറായി ആൻഡ് ഹിസ് ഫാമിലി, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സൗകര്യപ്രദമാക്കാൻ വേണ്ടി. ടു ഗോ ഫോർ എ യൂറോപ്യൻ ടൂർ, യൂറോപ്പിലേക്കുള്ള ടൂറ് അത് പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ട് നേരെ ഭൗതിക ശരീരം കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. ഓൺ ദ സെയിം ഈവനിങ്, അതേ ദിവസം വൈകുന്നേരം തന്നെ, മരിച്ച അന്നേ ദിവസം തന്നെ, അന്നേ ദിവസമാണ് പോകേണ്ടത്, അന്നേ ദിവസം തന്നെ വൈകുന്നേരം നേരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അൻവർ പറഞ്ഞു, അന്നേ ദിവസം വൈകുന്നേരമാണ് പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകേണ്ടത്. അതിന് സൗകര്യമൊരുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നേരെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി AKG സെൻറ്ററിൽ പ്രദർശിപ്പിച്ചില്ല എന്നാണ് അൻവർ പറയുന്നത്. അത് മറ്റേ കോമ്രേഡ് സഖാവ്, കണ്ണൂരിൽ നിന്നും വിളിച്ച സഖാവ് പറഞ്ഞ കാര്യമാണ്. അതാണ് അദ്ദേഹം പത്രപ്രവർത്തകരോട് പറഞ്ഞത്. ഹാഡ് കോമ്രേഡ് കോടിയേരി ബാലകൃഷ്ണൻ ബീൻ അലൈവ്, അലൈവ് എന്നാൽ ജീവനോടെ ഇരിക്കുക. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ടു കണ്ടക്ട്, എനിക്ക് നടത്തേണ്ടി വരുമായിരുന്നില്ല എ പ്രസ് കോൺഫറൻസ്, ഒരു പത്രസമ്മേളനം, ലൈക്ക് ദിസ്, ഇതുപോലത്തെ ഒരു പത്രസമ്മേളനം സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നടത്തേണ്ടി വരുമായിരുന്നില്ല. അൻവർ പ്രസ്താവിച്ചു. അൻവർ ഓൾസോ അനൗൺസ്ഡ് ദാറ്റ്, അൻവർ അതുകൂടെ പറഞ്ഞു, ഹി വുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ്, അദ്ദേഹം പങ്കെടുത്തേക്കില്ല ഇൻ ദ LDF പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ്സ് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ LDF പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തേക്കില്ല എന്നുകൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഐ ആം നോട്ട് ഷുവർ, എനിക്ക് തീർച്ചയില്ല, വെദർ ഐ വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇൻ ദ അസംബ്ലി അഗെയിൻ, വീണ്ടും അസംബ്ലിയിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ചേക്കുമോ എന്ന് എനിക്ക് തീർച്ചയില്ല. വെദർ എന്നുള്ളതിന് ഇവിടെ കഴിയുമോ ഇല്ലയോ എന്ന് പറയാനാണ്. ഈ രണ്ടിലൊരു ഓപ്ഷൻ എന്താണ്? കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് തീർച്ചയില്ല എന്ന് പറയാനാണ് വെദർ ഉപയോഗിച്ചിട്ടുള്ളത്. മൈ അസംബ്ലി ഈസ് ഹിയർ, എൻ്റെ അസംബ്ലി ഇവിടെയാണ്. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ഹി ഓൾസോ സ്റ്റേറ്റഡ്, അദ്ദേഹം ഇതുകൂടെ പറഞ്ഞു. ഹി വുഡ് കോൾ എ പബ്ലിക് മീറ്റിംഗ്, അദ്ദേഹം ഒരു പൊതുയോഗം വിളിച്ചേക്കും. ടു എക്സ്പ്ലെയിൻ, വിവരിക്കാൻ വേണ്ടി. ഹിസ് പൊളിറ്റിക്കൽ സ്റ്റാൻസ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിംഗ് വിളിച്ചേക്കും. ടു ദ പീപ്പിൾ, ആളുകളോട് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിലെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻസ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിംഗ് വിളിച്ചേക്കും. നിലമ്പൂർ ഓൺ സൺഡേ, നിലമ്പൂരിൽ ഞായറാഴ്ച ദിവസം. നിലമ്പൂരിലെ ജനങ്ങളെ, അതാണ് പീപ്പിൾ ഓഫ് നിലമ്പൂർ, നിലമ്പൂരിലെ ജനങ്ങളെ
അറിയിക്കാൻ വേണ്ടി, അവരോട് വിവരിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് മീറ്റിംഗ് അദ്ദേഹം വിളിച്ചേക്കും ഞായറാഴ്ച ദിവസം.